കെ.ടി. ജലീൽ, പി.സി. ജോർജ്, വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പോകുന്ന ഏഴാം കൂലികൾക്ക് മലപ്പുറത്തിനെതിരെ പ്രസംഗിക്കാനുള്ള ആത്മധൈര്യം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മലപ്പുറം വിമർശകർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ്. സ്വർണം കടത്തുന്നവരുടെ അടിയാധാരം പരിശോധിച്ച് മുഖ്യമന്ത്രി തുടങ്ങിവെച്ച മലപ്പുറം വിരുദ്ധതക്കാണ് കെ.ടി. ജലീലും പി.സി. ജോർജും വെള്ളാപ്പള്ളിയും ചേർന്ന് ഇപ്പോൾ തീ കൊളുത്തിയിരിക്കുന്നത്. പച്ചക്ക് വർഗീയതയും മുസ്ലിം വിരുദ്ധതയും ആര് പറഞ്ഞാലും ചോദിക്കാൻ ആളില്ലാത്ത വെള്ളരിക്ക പട്ടണമാക്കി കേരളത്തെ പിണറായി വിജയൻ മാറ്റി. വർഗീയ വിഷം ചീറ്റിച്ചവരെ വീട്ടിലെത്തി ആശ്വസിപ്പിക്കാൻ മന്ത്രിമാർ അരമനയിലേക്ക് കടന്നു ചെല്ലുന്ന പിണറായി കാലത്താണ് കോൺഗ്രസിനും ലീഗിനുമൊക്കെ വഖഫ് ബില്ലിനെതിരെ പോരാടാൻ പാതിര വാതിനു പകരം പാതിര പോസ്റ്റിട്ട് ചില സത്താറുമാർ ക്ലാസ് എടുക്കുന്നത്. ഇനി വെള്ളാപ്പള്ളിയോടാണ്. അതെ, മലപ്പുറം ഒരു പ്രത്യേകതരം ജനങ്ങൾ അധിവസിക്കുന്ന നാടാണ്. ഇവിടുത്തെ ജനങ്ങൾ പരസ്പരം പോരടിക്കാതെ തമ്മിൽ സ്നേഹിച്ചും സഹകരിച്ചുമാണ് ഇവിടെ ജീവിക്കുന്നത്. രോഗം വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഇവിടുത്തെ ജനങ്ങൾക്ക് മതമില്ല. പ്രളയത്തിൽ, ഉരുൾപൊട്ടലിൽ, കടലുണ്ടി, ട്രെയിൻ അപകടത്തിൽ, കരിപ്പൂർ വിമാനാപകടത്തിൽ, അങ്ങനെ ദുരന്ത സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഞൊടിയിടയിൽ കൊണ്ട് മലപ്പുറത്തുകാർ മുന്നിട്ടിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയത്. ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നവരുടെ മതം ഞങ്ങൾ നോക്കാറില്ല. ആശുപത്രികൾ രോഗികൾക്ക് കൂട്ടിയിരിക്കുന്നവർക്കും ഭക്ഷണപ്പൊതികൾ നൽകുമ്പോൾ, സൗജന്യമായി മരുന്നുകൾ നൽകുമ്പോൾ അവരുടെ മതം ഞങ്ങൾ നോക്കാറില്ല. കോവിഡ് വന്നാലും നിപ്പ വന്നാലും ജീവൻ മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മതം നോക്കിയിട്ടില്ല. ലീഗ് പാർട്ടിയുടെ മേൽനോട്ടത്തിലും അല്ലാതെയും നടത്തുന്ന ഒട്ടേറെ ഡയാലിസിസ് സെന്ററുകളുണ്ട്, CH സെന്ററുകളുമുണ്ട്. അവിടെയൊന്നും മതപരമായ ഒരു വേർതിരിവും ഞങ്ങൾ കാണിച്ചിട്ടില്ല. വീടില്ലാത്തവർക്ക് ബൈത്തുർ റഹ്മകൾ നിർമ്മിച്ചു നൽകുമ്പോഴും ഞങ്ങൾ മതം നോക്കാറില്ല. അർഹരാണോ എന്നതിലപ്പുറം ഒരു പ്രത്യേക താല്പര്യവും ഞങ്ങൾ വെച്ചു പുലർത്താറില്ല. ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ ആരെങ്കിലും അഗ്നിക്കിരയാക്കിയാൽ നിമിഷ നേരം കൊണ്ട് ആ അഗ്നി അണക്കാൻ മുന്നോട്ട് വരുന്ന നേതൃത്വം ഞങ്ങൾക്കുണ്ട്. ഉരുൾപൊട്ടലടക്കം ദുരന്ത വേളകളിൽ എല്ലാ മൃതദേഹങ്ങളും കൂട്ടത്തോടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും മറ്റും മസ്ജിദുകൾ ഒഴിഞ്ഞുകൊടുത്ത പാരമ്പര്യമാണ് ഈ മണ്ണിനുള്ളത്. ശബരിമല സീസണിൽ ഭക്തജനങ്ങൾക്ക് പള്ളിമുറ്റത്ത് ഭക്ഷണം ഒരുക്കുന്നവരുടെ നാടാണിത്. ക്ഷേത്രമുറ്റത്ത് ഇഫ്താറും ക്രിസ്ത്യൻ പള്ളി അങ്കണത്തിൽ ഈദ്ഗാഹും നടക്കുന്ന ഇതുപോലൊരു നാട്ടിൽ ജനിക്കാൻ താങ്കൾക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ നടേശ. നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്ന ദുഷിച്ച മനസ്സുള്ള വർഗീയ വിഷങ്ങളെ കേരള ജനത തിരിച്ചറിയണം. ഒന്നിച്ചൊരുമിച്ച് ഒറ്റപ്പെടുത്തുകയും വേണം.